മോണോലിസയും തരംഗമായി മാറിയ കാഴ്ച നമ്മൾ ഏവരും കണ്ടു. വളരെ സന്തോഷം അതിൽ തോന്നി. മോനി ഭോസ്ലെ എന്നാണ് മോണോലിസയുടെ പേര്. 16 വയസ്സ് മാത്രമാണ് പ്രായം. പാവപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്ന് വരുന്നതാണ്. മഹാകുംഭമേളയുടെ ഭാഗമായി മോണോലിസയുടെ വീഡിയോകളും ഫോട്ടോയും വൈറലായി. ആൾക്കാർ മോണോലിസയോടൊപ്പം ചിത്രമെടുക്കാനും ഫോട്ടോ എടുക്കാനും ഒക്കെ വന്നു നിൽക്കുന്ന കാഴ്ചകൾ വളരെ സന്തോഷം തോന്നിയാണ്. പാവപ്പെട്ട വീട്ടിലെ ഒരു പെൺകുട്ടി വലിയ നിലയിലേക്ക് എത്തുന്നത് നമുക്ക് എല്ലാം സന്തോഷമാണ് കാണാൻ. ആ മോണോലിസയെ കേരളത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ് കേരളത്തിന്റെ സ്വന്തം ഈലോൺ മസ്ക് ആയ ബോച്ചെ. ബോച്ചെ എന്ന വ്യക്തി എനിക്ക് വ്യക്തിപരമായി അറിയാം. പക്ഷെ അദ്ദേഹം ഹണി റോസുമായി ബന്ധപ്പെട്ട ഒരു തെറ്റായ വാക്ക് പറഞ്ഞത് തെറ്റാന്ന് പറഞ്ഞു തന്നെയാണ് ഞാൻ. പക്ഷെ ബോച്ചെ എന്താ പറയുക, ബോച്ചെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കേരളത്തിന് വേണ്ടി ചെയ്തെടുക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ അധിക്ഷേപിക്കാനും അപമാനിക്കാനും ഒക്കെ ഒരുപാട് പേർക്ക് വലിയ താല്പര്യമായിരുന്നു. എന്നാൽ ബോച്ചെ വീണ്ടും തരംഗമാകുന്നത് കേട്ടത് എനിക്ക് വളരെ സന്തോഷം തോന്നി. ഈ വെള്ളിയാഴ്ച ചെമ്മണ്ണൂർ ജുവലേഴ്സിന്റെ കോഴിക്കോട് ഷോറൂമാണ് നമ്മുടെ മോണോലിസ ഉദ്ഘാടനം ചെയ്യാൻ വന്നത്. അത് ട്രാഫിക് ബ്ലോക്കുകളും അല്ലെങ്കിൽ ഒരു തരംഗം ഉണ്ടാക്കി കോഴിക്കോട് ഒരുപാട് പേര് വിളിച്ചു പറയുകയും ചെയ്തു. ബോബി ചെമ്മണ്ണൂർ തന്നെയാണ് മോണോലിസയെ കാറിൽ അങ്ങോട്ട് കൊണ്ടുവന്നത്. ബോച്ചെ എന്നാണ് അദ്ദേഹത്തെ നമ്മളെല്ലാം വിളിക്കുന്ന പേര് നമുക്കറിയാലോ. ഒരുപാട് പേർ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കാൻ ഓടി വരികയും ബോച്ചെ അവിടെ ഒരു തരംഗമായി മാറുകയും ചെയ്തത് എനിക്ക് വളരെ സന്തോഷമായ കാര്യമാണ്. അതോടൊപ്പം 15 ലക്ഷം രൂപ എന്ന് ചില ആൾക്കാർ പറയുന്നു, ചില ആൾക്കാർ വേറെ വിലകൾ പറയുന്നു. എത്ര രൂപയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ബോച്ചെ ഒരു ഡയമണ്ട് നെക്ലസ് നമ്മുടെ മോണോലിസയുടെ കഴുത്തിന് ചുറ്റും അണിയിച്ചത് ഭയങ്കര വൈറലായി മാറിയിരിക്കുന്നു. കാര്യം ഇതെല്ലാം ഒന്നല്ലെങ്കിൽ വേറെ രീതിയിൽ ഹണി റോസിനുള്ളൊരു മറുപടി കൂടെയാണ്. ഞാൻ സാധാരണ ഒരാളെ വിമർശിച്ചുകൊണ്ട്, നെഗറ്റീവ് ആണെങ്കിൽ പോലും ചില ആൾക്കാർ അങ്ങനെയാണെങ്കിൽ അവരെ വിമർശിച്ചുകൊണ്ട് വീഡിയോ ചെയ്യാറില്ല. കഴിയുന്നത്ര പോസിറ്റീവ് മാത്രമേ നമ്മൾ ചെയ്യാറുള്ളൂ. പക്ഷെ ഇത് ഹണി റോസ് കൂടെ കാണുന്നുണ്ടല്ലോ എന്ന് സർക്കാസം വെച്ച് ചോദിച്ചതിന്റെ റീസൺ അതാണ്. പൊതുവേ ഞാൻ സർക്കാസം ചെയ്യാത്ത വ്യക്തിയാണ്. പക്ഷെ ഹണി റോസ് കാണേണ്ടത്, ഹണി റോസിനെ 2-3 ഇനോഗ്രേഷൻ ഒക്കെ വിളിച്ച് ഇതേപോലെ വലിയ റേറ്റ് ഒക്കെ കൊടുത്ത് കൊണ്ടുവന്നതാണ്. അതിനുശേഷം അദ്ദേഹത്തെ ജയിലിലിടാൻ കൂട്ടുനിന്നതും ആ പരാതി വീണ്ടും ഫോളോ അപ്പ് ചെയ്ത് സെക്ഷൽ അസോൾട്ട് ആണെന്നൊക്കെ പറഞ്ഞ് വൃത്തികേട് കാണിച്ചതും ഓവറാക്കിയത് നമ്മളെല്ലാം കണ്ടതാണ്. അവർ പറഞ്ഞ ആ വാക്ക് പ്രയോഗം തെറ്റി, അത് അംഗീകരിക്കുന്നു. പക്ഷെ അതിനർത്ഥം സെക്ഷൽ അസോൾട്ട് ചെയ്തു എന്നും ജയിലിലിടണമെന്നും ആ പരാതി വീണ്ടും ഫോളോ അപ്പ് ചെയ്യണമെന്നും